ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. മഹേഷ് ബാബു പി സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സിന്റെ പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷാ ചിത്രമാണ് ആന്ധ്ര കിങ് താലൂക്ക. റാം പൊതിനേനി, ഉപേന്ദ്ര, ഭാഗ്യശ്രീ ബോസ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിവേക് മെർവിനാണ്. തമിഴ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ഒരു സോങ് ആയിട്ട് അവർ ലിറിക് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ ഈ സിനിമ ബേസ് ചെയ്ത് വരുന്നത് ഒരു ഫാനിന്റെ ബയോപിക്, അതായത് ഒരു സിനിമാ നടന്റെ ഒരു രസികൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. റാം പൊതിനേനി, ഐസ്മാർട്ട് ശങ്കർ, ഡബിൾ ഐസ്മാർട്ട് വാരിയർ എന്നീ സിനിമയിൽ അഭിനയിച്ച നടനാണ്. സോ ആ ലിറിക് വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാം. ആൻഡ് ഈ സിനിമയിൽ അനിരുദ്ധും പാടിയിട്ടുള്ളതായിട്ട് അറിയുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തേക്ക് ഗൈസ്. വാ, അപ്പൊ നമുക്ക് പാട്ട് കാണാം ഗൈസ്. വാ, മൈത്രി മൂവി മാക്ഹൈ. ഉപേന്ദ്ര ഫാനാണ് കേട്ടാ. എനർജറ്റിക് സ്റ്റാർ റാം പൊതിനേനി. അപ്പം ഉപേന്ദ്രയുടെ ഫാനായിട്ടുള്ള ഒരു ബയോപിക്കാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് സിനിമയ്ക്ക് പോകുന്നു, എൻജോയ് ചെയ്യുന്നു. അറിയാലോ, ഒരു ബയോപിക്, ഒരു നടന്റെ ബയോപിക് എങ്ങനെ വരുവാണെന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ തന്നെയാണ്. ഉപേന്ദ്രയാണ് ഇഷ്ട നടൻ. കട്ടൗട്ടൊക്കെ വന്നിട്ടുണ്ട്. ഉപേന്ദ്ര ഫാൻസ് അസംബിൾ ഗൈസ്. ഉപേന്ദ്ര സാന്ദ്ര കിങ്. വിവേക് ആൻഡ് മെർവിൻ. പിന്നെ സാന്ദ്ര കിങ് ഫാൻസ്. അവിടെ ഈ ഉപേന്ദ്രയുടെ ആൾക്കാരെല്ലാം ഈ പടത്തിൽ കയറി പോകും. ഡാൻസ് പോകും. ദിനേശ് കച്ചേരില, ശേഖർ. ഈ ശേഖർ വിജയ് തന്നെയാണ് തളപതി കച്ചേരി, ജനനായകൻ തളപതിയുടെ സിനിമയിലെ പാട്ടിന് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. ഇതിലും നല്ല ഡാൻസ് തന്നെയാണ്. ഇതിലിപ്പോൾ ഉപേന്ദ്ര ഫാൻസ് അസംബിളാണ്. അവിടെ മൊത്തം ഉപേന്ദ്ര ഫാൻസ് പിടിച്ചേക്കും. കാരണം ആന്ധ്ര കിങ് എല്ലാം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവർ തന്നെ അവിടെ തൂക്കും. അവരെല്ലാം വന്ന് കണ്ടോളും. ഉപേന്ദ്ര ഫാൻസ് അസംബിൾ ഹിയർ. ലിറിക്സില്ലേ ആന്ധ്ര കിങ്, അതായത് ബീറ്റ്. സിനിമയ്ക്ക് പോകുന്നവർക്ക്, അതും പ്രത്യേകിച്ച് ഈ FDFS ഒക്കെ, അതോ ഈ പോകുന്നവർക്കെല്ലാം മനസ്സിലാവും. ആ തിയേറ്റർ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ തിയേറ്ററിന് പുറത്ത് ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ എൻജോയ് ചെയ്യുന്ന, പടക്കം പൊട്ടിക്കലായാലും പേപ്പർ അതും ഇതുമല്ല, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറുള്ള ആ ഒരു പരിപാടികളുണ്ട്, എൻജോയ്. ഞാനത് ഒരുപാട് വർഷം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതൊരു വൈബാണ് സത്യം പറഞ്ഞത്. പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഡാൻസുകളാണ്, നല്ല ആക്റ്റീവ് ഡാൻസ്. ശ്രീകരപ്രസാദാണ് എടുക്കാറ്. ഫുള്ള് ആന്ധ്രാക്കിങ് നടീണ്ടായിരുന്നെങ്കിൽ മഹേഷ് ബാബു. Oh.
രണ്ടുപേരുടെ കട്ടൗട്ട് വരെ ഇതിലുണ്ട്. ബയോപിക് ഓഫ് എ ഫാൻ, ആന്ധ്ര കിങ് താലൂക്ക. ആൻഡ് ഉപേന്ദ്രയാണ് ഗൈസ് ബയോപിക്കിലെ നായകൻ. അപ്പോൾ ഉപേന്ദ്രയാണ് മെയിൻ. തൻ്റെ ഇഷ്ടതാരം താരത്തിന് വേണ്ടി ജീവൻ നൽകാനും ത്യജിക്കുന്ന ഒരു രസികനായിരിക്കും മിക്കവാറും സിനിമയിൽ രാംപുതിനേനി പോർട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ലിറിക്കൽ വീഡിയോ, അധികം ലിറിക്സ് ഒന്നും ഇല്ല, ബീറ്റ് മുഴുവനുമാണ്. ആൻഡ് ബീറ്റ് കൊള്ളാം. വിവേകന്മാർ നിങ്ങൾക്കറിയാം, റസാദെ ഉസ്റത്ത് ആ ഒരു പാട്ട്. പിന്നെ ജയ് സുൽത്താൻ നിങ്ങൾക്കറിയാം, ആ ഒരു പടത്തിലൊക്കെ മ്യൂസിക് ഒക്കെ ചെയ്തു. പിന്നെ കുറേ വേറെ പടത്തിലൊക്കെ പട്ടാസ്, അങ്ങനെ കുറേ തമിഴ് പടങ്ങളിലൊക്കെ അവർ രണ്ടുപേരും ഒരു കോംബോയാണ്, ഒരു ഡുവോ കോംബോയാണ്. അവരാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ബീറ്റൊക്കെ കൊള്ളാം. ആൻഡ് ഡാൻസ്, റാംപുതിനെ ഡാൻസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആ ഒരു എനർജി, ആ ഒരു ഗ്രേസ് ഒക്കെ കാണാൻ കൊള്ളാം. ആൻഡ് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് രാംപുതിനെ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. ആൻഡ് ഇതിലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുള്ളി ഒരു വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഡാൻസ്. ആൻഡ് ശേഖർ വിജയുടെ കൊറിയോഗ്രാഫി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബീറ്റുകളും കൊള്ളാം. അപ്പം ബയോപിക് ഓഫ് എ ഫാൻ ആണ് സിനിമ, ആന്ധ്ര കിങ് ഉപേന്ദ്ര. അപ്പോൾ ഉപേന്ദ്ര ഫാൻസൊക്കെ ഇത് അടിച്ച് പൊളിക്കും അവിടെ, അതിൽ സംശയമൊന്നും വേണ്ട. ഉപേന്ദ്ര ഫാൻസിൻ്റെ ഒരു കൂട്ടായ്മ എല്ലാം അവിടെ ഉണ്ടാവും. ആ ഒരു എനർജിയൊക്കെ അവരെന്തായാലും അവിടെ കാണിക്കും. ആ ഒരു വൈബിൽ തന്നെ അവർ പടം ഒന്ന് നല്ല രീതിക്ക് എസ്റ്റാബ്ലിഷും ചെയ്യും. ആ ലിറിക്കൽ വീഡിയോ കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ട്. പടം വരട്ടെ.